കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 40-ലേറെ സീറ്റുകളിൽ ഇന്ന് പ്രഖ്യാപനമുണ്ടാകും. എംപിമാർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച സീറ്റുകളിൽ ഇന്ന് പ്രഖ്യാപനമുണ്ടാകില്ല. കെ സുധാകരൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നതാണ് ഇപ്പോൾ വിനീത വി ജി ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നത്. വിനീത, ഇനിയും കൂടിക്കാഴ്ചകളും ആലോചനകളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത് 40 സീറ്റുകളിലാണോ? അനുജ, ഉറപ്പായും 40-ലേറെ സീറ്റുകളിൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടേക്കും. അതിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അതിൽ സിറ്റിംഗ് MLA-മാരും ഒപ്പം തന്നെ ഒറ്റ സീറ്റുകളിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും ഈ ആദ്യഘട്ട 40 എണ്ണത്തിൽ ഉണ്ടാവുക. 40-ലേറെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടാം ഘട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇന്ദിരാഭവനിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗം അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും കൂടി ഉണ്ട് എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ അധികം വൈകാതെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അടക്കം നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആലോചിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആദ്യഘട്ട 40-ലേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്ന ആദ്യഘട്ട പട്ടികയിൽ നിലവിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ, അതായത് ഈ MPമാരടക്കം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച മണ്ഡലങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള മറ്റ് 40 ചർച്ചകളിലൂടെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയ 40-ലേറെ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. നാളെ കെ സുധാകരൻ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. നേരത്തെ തന്നെ തനിക്ക് മത്സരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ മത്സരിക്കുമെന്നടക്കം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതേ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ കെ സുധാകരനുമായി ചർച്ച ചെയ്ത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ MPമാർ മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിലേക്കടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതും അധികം വൈകാതെ ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ MPമാരുടെ കാര്യത്തിൽ ചിലവർക്ക് മാത്രം ഇളവ് നൽകുക എന്ന രീതിയിലേക്ക് നേതൃത്വം പോകാനുള്ള സാധ്യതയാണോ തെളിഞ്ഞു വരുന്നത്? അതിൽ കെ സുധാകരൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ. ഉറപ്പായും അനുജ, അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഈ ഒരു കടുംപിടുത്തം പിടിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ സുധാകരൻ പോവുകയാണ് എങ്കിൽ ഒരുപക്ഷെ സുധാകരന് ഇളവ് നൽകിയേക്കുമോ എന്നടക്കമുള്ള ചില ചോദ്യങ്ങളുണ്ട്. അത് ഏതാണെങ്കിലും ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ MPമാർ മത്സരിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി സംസ്ഥാനത്തെ തള്ളിവിടരുത്, കോൺഗ്രസിനെ തള്ളിവിടരുത് നടക്കമുള്ള ചില തീരുമാനങ്ങളാണ് നേരത്തെ KPCC മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ സുധാകരൻ ഒരു കടുംപിടുത്തം പിടിച്ചത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെ കുഴപ്പത്തിലാക്കിയത്. പ്രതിസന്ധി അടക്കം അത്തരത്തിലേക്ക് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സുധാകരന് ഇളവ് നൽകുകയാണ് എങ്കിൽ അടൂർ പ്രകാശിനടക്കം ഇളവ് നൽകേണ്ടി വരില്ലേ എന്ന ചില ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഇതിനോടകം തന്നെ ഏതാണ്ട് 5-ലേറെ MPമാർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ഏത് രീതിയിൽ പരിഗണിക്കും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചേരുന്ന യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിലൊരു അന്തിമ തീരുമാനം ഏതാണെങ്കിലും ഹൈക്കമാൻഡിന്റേതായിരിക്കും. സുധാകരൻ നാളെ ഡൽഹിയിലേക്ക് എത്തുകയും പിന്നാലെ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നു എന്നതനുസരിച്ചായിരിക്കും മറ്റ് തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.